ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധനായ ഒരു ഡോക്ടറെയാണ്. പാവപ്പെട്ടവരുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന വിശുദ്ധ വ്യക്തിത്വമായ ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസ്. ഒരു സ്പാനിഷ് നെയിമാണ്, വെനസ്വേലയിലാണ്. അപ്പോൾ ഒസേ ഗ്രിഗോറിയോ ഹെർണാണ്ടസ് എന്നാണ് ഉച്ചരിക്കുക. ഒസേ ഗ്രിഗോറിയോ വെനസ്വേലയിൽ ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ മാതാപിതാക്കൾക്ക് ജനിച്ചു. 7 മക്കളുണ്ട്. 7 മക്കളിൽ മൂത്തവനാണ്. അപ്പോൾ കുടുംബത്തിലെ സ്നേഹമൊക്കെ അനുഭവിച്ച് സന്തോഷം പങ്കുവെച്ച് പാരൻസിൻ്റെ മാതൃകയൊക്കെ സ്വീകരിച്ച് അവരിങ്ങനെ വളർന്നു വന്നു. അമ്മ അടുത്തുള്ള വീടുകളിൽ വീട്ടുജോലിക്ക് പോയിരുന്നു. അപ്പനൊരു ഫാർമസി കടയിലാണ്, ഒരു ഫാർമസ്യൂട്ടിക്കൽ കടയിൽ അത് വിൽക്കലായിരുന്നു ജോലി. ഒപ്പം തന്നെ വളർത്തുമൃഗങ്ങളെയൊക്കെ വിൽക്കുന്ന ജോലിയും കൂടി അപ്പൻ ചെയ്തിരുന്നു. ഒസേ ഗ്രിഗോറിയോ എപ്പോഴും പറയും, എനിക്ക് എൻ്റെ അമ്മയിൽ നിന്നാണ് എല്ലാ പ്രചോദനവും എല്ലാ ദൈവിക ജ്ഞാനവും ലഭിച്ചത്. അമ്മ എന്നെ വിശ്വാസത്തിൽ വളർത്തി. എന്ത് ചെയ്യണമെന്നും എങ്ങനെ മറ്റുള്ളവർക്ക് മാതൃക നൽകണമെന്നും അമ്മയുടെ ജീവിതം വഴി അമ്മ എന്നെ കാണിച്ചു തന്നു. സ്നേഹമുള്ള പാരൻസ് ദൈവം ഞങ്ങൾക്ക് തന്ന ദാനമാണ്. ഒസേ ഗ്രിഗോറിയോയുടെ പ്രത്യേകത, ഒസേയ്ക്ക് പഠിക്കാനുള്ള നല്ല കഴിവുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ താൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരുന്നു. ഒരു 10-12 വയസ്സായപ്പോൾ പാരൻസിനോട് പറഞ്ഞു, ഞാൻ ലോ പഠിക്കട്ടെ, നിയമം പഠിക്കട്ടെ, എനിക്കൊരു വക്കീലാകാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നിനക്ക് നല്ല കഴിവുണ്ട്, നിനക്ക് ആകാം, പക്ഷെ നിൻ്റെ ഇച്ചിരി കൂടി നന്മ ചെയ്യാനായിട്ടുള്ളൊരു വേദിയായിട്ട് എനിക്ക് നിന്നിൽ തോന്നുന്നത് നീ ഒരു ഡോക്ടറായാൽ ഒരു മെഡിസിനൽ സേവന രംഗത്ത് മോന് ചെയ്യാൻ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് മോൻ മെഡിസിൻ പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പാരൻസ് ത്യാഗം സഹിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെ മെഡിസിന് വിടാനായിട്ട് തീരുമാനിച്ചു. റെഡിയായി, ദൈവഹിതം നിങ്ങളിലൂടെ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞവൻ പഠിച്ചു. അങ്ങനെ വെനസ്വേലയിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ മെഡിസിൻ പഠിക്കുകയാണ്. എല്ലാ രംഗത്തും പഠിക്കുക. അപ്പോൾ അന്നത്തെ പ്രൊഫസേഴ്സ് പറയുന്നത് 6 കൊല്ലം ഇവിടെ പഠിച്ചപ്പോൾ ഇവിടെ ആയിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ദൈവം ഒത്തിരി ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സ്വഭാവത്തിലും ഇവൻ എല്ലാവർക്കും മാതൃകയാണ്. എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങും. ആ നാളുകളിൽ കൂട്ടുകാർ ഇവൻ്റെ അത്ര വിശ്വാസമുള്ളവരായിരുന്നില്ല. സെമിനാരി എന്നും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ദൈവമായിട്ടുള്ള കോണ്ടാക്റ്റിലാണ്, ചെയ്യേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം, ഡെഡിക്കേറ്റഡ് ആണ് പഠനത്തിൽ, മറ്റുള്ളവർക്കും വേണ്ടതെല്ലാം കൊടുക്കും, വെറുതെ ഇങ്ങനെ ഉഴപ്പാനൊന്നും പോകില്ല. അപ്പോൾ കുറച്ച് കൂട്ടുകാർ ഒസേയെ കളിയാക്കും, ഹോ ഒരു ഭക്തൻ, നിനക്ക് വിവരമില്ല, നീ കാര്യം പഠിക്കുമെങ്കിലും ശരിക്കും വിവരമില്ലേ, അപ് ടു ഡേറ്റ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയല്ല, കുറച്ച് വിശ്വാസം എന്നൊക്കെ പറയണത് അത് ബോധമുള്ളവർക്ക് ചേർന്നതല്ല, അതല്ല വേണ്ടതെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ കളിയാക്കും. ഒസേയ്ക്ക് അതൊന്നും പ്രശ്നമില്ല. അവർ പറയും, ഹലോ ശരിക്കും വിശ്വാസിയാണ് ജ്ഞാനമുള്ളവനാണ് വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പഠനത്തിന് നമുക്ക് ലഭിക്കുക. അങ്ങനെ അവരോട് ചേർന്ന് തന്നെ സ്നേഹത്തിൽ തന്നെ പ്രബോധിപ്പിക്കാനായിട്ട് ജ്ഞാനം നൽകാനായിട്ട് ശ്രമിക്കാറുണ്ട്. മറ്റു കൂട്ടുകാർക്ക് ഇവൻ്റെ ഈ വലിയ ഭക്തിയും കാര്യങ്ങളൊന്നും ഡെഡിക്കേഷനൊന്നും അത്രയ്ക്ക് പിടിച്ചില്ലെങ്കിലും ബാക്കി കാര്യങ്ങളിൽ ഇവന് ഇഷ്ടമാണ്, എല്ലാവർക്കും മാതൃകയാണ്. ബാക്കിയുള്ളവർക്കും കുറേ ഫ്രണ്ട്സ് ഇവനെ കൂട്ടുണ്ട്. നല്ല ഡാൻസറാണ്, പിയാനോ വായിക്കും, ഏത് കാര്യങ്ങളിലും നല്ല കഴിവുകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ആവശ്യം വന്നാലും ഉടനെ പോയി വിളിക്കുക ഒസേ ഗ്രിഗോറിയോ ആണ്. ഒസേ വാ, ഞങ്ങൾക്ക് നീ ഇല്ലാതെ ഈ പരിപാടി പറ്റില്ല, നിന്നെ ഇതിൻ്റെ ലീഡറായിട്ട് ഞങ്ങൾ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കോളേജിലൊരു താരമായിട്ട് വളരാണ്. 1888 മെഡിസിൻ പാസ്സായി. മെഡിസിൻ പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അപ്പോയിൻമെൻറ്റ് പറഞ്ഞു. അടുത്ത പഠനത്തിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് ഈ വെനസ്വേല യൂണിവേഴ്സിറ്റി തന്നെ നൽകുന്നു, ഗവൺമെൻറ് നൽകുന്നു ഗ്രാൻഡ്. കാരണം ഒസേ ഗ്രിഗോറിയോ ഈ രാജ്യത്തിൻ്റെ ഒരു അസറ്റാണ്. ഒസേ ഗ്രിഗോറിയോ പഠിച്ചാൽ ഇനിയും കുറേ നേട്ടങ്ങൾ പറ്റും. അതുകൊണ്ട് പരമാവധി പഠിക്കണം. അതിന് വേണ്ടിയിട്ട് രാജ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് നൽകുന്നു.
അപ്പോൾ പാരീസിലേക്ക് അങ്ങനെ പഠിക്കാൻ പോയി. അപ്പോൾ പഠനത്തിൻ്റെ നാളുകളിൽ എല്ലാ വിഷയങ്ങളും പഠിച്ചു എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം ബാക്ടീരിയോളജി, മൈക്രോബയോളജി, ഫിസിയോളജി, പാത്തോളജി, അനാറ്റമി, അങ്ങനെ മെഡിക്കൽ രംഗത്തെ എല്ലാ വിഭാഗങ്ങളും, ഇപ്പോൾ ശരീരശാസ്ത്രവും മെഡിസിനൽ ശാസ്ത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ പ്രാവീണ്യം ഒസെ ഗ്രിഗോറിയ നേടി. എവിടെ എന്ത് വിഷയം പഠിച്ചാലും അവിടെ ഫസ്റ്റാണ്. മാത്രമല്ല കുറച്ച് ഉൾക്കാഴ്ചകൾ എഴുതി. ഈ പഠനവുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ ഇറക്കി. ഏതൊക്കെയാണ്, എങ്ങനെ പഠിക്കണം, കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തി, പ്രൊജക്റ്റുകൾ നടത്തി. അപ്പോൾ വീണ്ടും ഒരു ഡോക്ടർ പറഞ്ഞു, ഒസെ ഗ്രിഗോറിയോ, ഇവിടെ തന്നെ മെയിനായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ നമുക്ക് പണിയാം, ആ ഹോസ്പിറ്റലിൽ നിന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ വരണം. അത് പ്രൊഫസറാണ് പറയുന്നത്, ഡൊമിനിക് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ പറഞ്ഞു. അപ്പോൾ മനസ്സിലായി, ഇത് ഒസെ ഗ്രിഗോറിയോയ്ക്ക് നല്ല കഴിവുള്ളത് കൊണ്ട് ഈ കഴിവിനെ മുഴുവൻ രാജ്യം ഉപയോഗിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പഠനത്തിന് പോയപ്പോൾ തന്നെ പഠനത്തിന് ഈ ഗ്രാൻഡ് കൊടുത്തിട്ട് കൂടുതൽ പഠനത്തിന്, കൂടുതൽ തീസിസുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒസെ ഗ്രിഗോറിയനെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചു, കൂടുതൽ ബാക്ടീരിയോളജി പഠിച്ചു, മൈക്രോബയോളജി പഠിച്ചു. അപ്പോൾ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, ഏതൊക്കെയാണ് പുതിയ രോഗങ്ങൾ വരുന്നത്, എങ്ങനെ അതിന് മെഡിസിൻ വരണം, ഏത് മെഡിസിൻ വരണം, എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പഠിച്ചപ്പോൾ ലൂയി പാസ്റ്ററിൻ്റെ ശിഷ്യൻ എനിക്കവിടെ പ്രൊഫസറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം ലൂയി പാസ്റ്റർ ആരാണെന്നൊക്കെ, ശാസ്ത്രരംഗത്ത് അദ്ദേഹം കൊടുത്ത ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ. അപ്പോൾ വലിയ വലിയ അറിയപ്പെടുന്ന പ്രശസ്തരുടെ ഒരു ശിഷ്യത്വം സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻഗാമിയായിട്ടാണ് ഒസെ ഗ്രിഗോറിയോ വന്നത്. രാജ്യത്തിനറിയാം, അല്ലെങ്കിൽ പഠിപ്പിച്ചവർക്കറിയാം, അല്ലെങ്കിൽ ആ പഠിച്ച കോളേജിലെ പ്രൊഫസേഴ്സിനറിയാം എന്തെല്ലാം സാധ്യതകളാണ് ഇവനിലൂടെ രാജ്യത്തിന് വരാനുള്ളത്. ഇനിയും കുറേ കണ്ടുപിടുത്തങ്ങൾ മെഡിക്കൽ രംഗത്ത് ഇവൻ വഴി വരണം, അങ്ങനെ സ്വപ്നം എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെ ഇവർ പണിത ആശുപത്രിയിൽ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാം ഉടൻ തന്നെ എന്ന് പ്രൊഫസേഴ്സ് പറഞ്ഞപ്പോൾ ഒസെ ഗ്രിഗോറിയോ ഓർത്തു, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലത്ത് അധികം ഹോസ്പിറ്റലില്ല, അതുകൊണ്ട് പഠിച്ച് ഡോക്ടറായാൽ മോനെ വരണം, നമ്മുടെ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കണം, നീ അവരെ മറക്കരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന കാര്യം പെട്ടെന്ന് ഒസെ ഓർത്തു. അപ്പോൾ ഡോക്ടർ ഡൊമിനിക്കിനോട് പറഞ്ഞു, ഡോക്ടർ നന്ദിയുണ്ട്, അങ്ങനെ ബഹുമാനിക്കുന്നതാണെന്നും എനിക്ക് നൽകുന്ന ബഹുമതിയാണെന്നും ഞാൻ ഈ രാജ്യത്തിന് സേവനം നൽകണമെന്ന് ഉദ്ദേശിച്ചിട്ടാണെന്നൊക്കെ അറിയാം. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം നാടിനോട് ആദ്യം ഒന്ന് സ്നേഹം കാണിക്കട്ടെ, അവിടുത്തെ ജനങ്ങൾക്ക് എൻ്റെ ഒരു സേവനം നൽകട്ടെ. അവർ പാവങ്ങളാണ്, അവർക്ക് കൊടുക്കാൻ പൈസയില്ല, അവരെ ശുശ്രൂഷിക്കാൻ ആരുമില്ല, അവിടെ ഡോക്ടേഴ്സ് ഇല്ല ആ പ്രദേശത്ത്, ഞാൻ പൊക്കോട്ടെ. അങ്ങനെ കർക്കാസയാണ് പ്രോപ്പർ സ്ഥലം. അവിടെ അവിടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് തുടങ്ങി. 1891 മുതൽ 1916 വരെ ഏകദേശം അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സവിശേഷത വളരെ വലുതാണ്. ആർക്ക് വേണേലും തൻ്റെ ക്ലിനിക്കിലേക്ക് തൻ്റെ ശുശ്രൂഷ സ്വീകരിക്കാനായിട്ട് വരാം. പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, പൈസ ഇല്ല, മടിയാണ്, ചോദിക്കാൻ വിഷമമാണ്, അങ്ങനെയൊന്നും ആരും നോക്കണ്ട. പുറത്തൊരു പുവർ ബോക്സ് എന്ന പേരിൽ പുവർ ബാഗ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കാണാൻ വരുന്നവർക്ക് പൈസയുണ്ടെങ്കിൽ തങ്ങളുടെ പൈസ ഒരു സേവനം എന്ന നിലയ്ക്കോ ഒരു സ്നേഹം എന്ന നിലയ്ക്കോ ഇവിടെ നിക്ഷേപിക്കാം. ഇനി മരുന്ന് മേടിക്കാൻ ആർക്കും പൈസ ഇല്ലെങ്കിൽ പുറത്തു വെച്ചിരിക്കുന്ന ആ ബോക്സിൽ നിന്ന് പൈസ എടുത്തിട്ട് മരുന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കണതല്ലേ അല്ലേ, പുവർ ബാഗ് എന്ന് പറഞ്ഞ്, പുവർ ബോക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വേണ്ടവർക്ക് എടുക്കാൻ, കൊടുക്കേണ്ടവർക്ക് ഇടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിശാല മനസ്കത. അപ്പോൾ ഈ ഡോക്ടർ അവിടെ സേവനം അനുഷ്ഠിക്കുമ്പോൾ വേറൊരു സ്ത്രീ ഡോക്ടർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ എവിടെയാണോ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയുള്ള ഒരു ലാൻഡ് ലേഡിയാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഫുഡ് പെട്ടെന്ന് തീരുന്നുണ്ട്, എത്ര കൊടുത്താലും പെട്ടെന്ന് തീരുന്നുണ്ട്. അപ്പോൾ ഈ ലേഡി വിചാരിച്ചു, ഞാൻ കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, വേഗം അത് ഡോക്ടർ അത് സ്വീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സന്തോഷത്തിൽ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി, കുറച്ചധികം ഉണ്ടാക്കിയിട്ട് അത് വൈകുന്നേരം ആകുമ്പോഴേക്കും പെട്ടെന്ന് തീരുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ ആണ് ഡോക്ടർ ഈ ഫുഡ് കിട്ടിയിട്ട് ഇതും കൊണ്ട് സ്ട്രീറ്റിൽ കൂടെ പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ലേഡി
ഈ ഡോക്ടർ അറിയാതെ പിന്തുടർന്ന് എവിടേക്കാണ് ഡോക്ടർ പോകുന്നത്. ഞാൻ വിചാരിച്ചു ഈ ഡോക്ടർ എവിടെയെങ്കിലും പോയിട്ട് ഈ ഭക്ഷണം മുഴുവൻ കഴിക്കുകയാണെന്നാണ്. അപ്പോഴാണ് കണ്ടത് ഡോക്ടർ ഓരോ വീടുകളിലെയും പാവപ്പെട്ട രോഗികൾക്ക്, ഈ പാവപ്പെട്ട കിടക്കുന്നവർക്ക്, ഭക്ഷണമില്ലാതെ കിടക്കുന്നവർക്ക് തനിക്ക് കിട്ടിയ ഈ ഫുഡും കൂടി കൊടുക്കുകയാണ്. സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അവർക്ക് കൊടുത്ത് അവരെ ശുശ്രൂഷിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ജാടകളില്ലാതെയാണ് ഈ ഡോക്ടർ ഇറങ്ങുന്നത്. ഈ ലേഡി ഇങ്ങനെ ഡോക്ടറിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം അങ്ങ് ആണ് കഴിക്കുന്നത്, അതിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ അങ്ങ് ഇത്ര ത്യാഗം സഹിച്ച് അവർക്ക് കൊടുത്തിട്ട് അങ്ങ് പട്ടിണി ഇരിക്കുകയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ കൊണ്ടുവരട്ടെ കുറച്ചും കൂടി ഫുഡ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, താങ്ക് യു, നിങ്ങൾ എനിക്കുള്ളത് തന്നല്ലോ. എനിക്കുള്ളത് തന്നു, ഞാനത് ഇവർക്ക് കൊടുത്തു. ഇനി ബാക്കി എനിക്ക് ആവശ്യമുള്ളപ്പോൾ ദൈവം തന്നോളും. നന്ദിയുണ്ട് നിങ്ങളുടെ നല്ല മനസ്സിന്. അപ്പോൾ ഇതാണ് ഈ ഡോക്ടറുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ഡോക്ടർ പാവങ്ങളുടെ ഡോക്ടറാണ്, അന്വേഷിച്ച് ചെല്ലുന്നവനാണ് എന്ന് പറയും. അതുപോലെ തന്നെ ഡോക്ടറുടെ പ്രത്യേകത, ഡോക്ടറിൻ്റെ സ്റ്റാറ്റസൊക്കെ കീപ്പ് ചെയ്യും. ഡ്രസ്സ് താൻ തന്നെ തയ്ച്ചിട്ട്, വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ പൈസ കൊടുത്ത് വാങ്ങി അത് ചിലവാക്കുന്നത്. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ളത് അപ്പോൾ തയ്ക്കാനും കൂടി അറിയുന്ന ഒരു ഡോക്ടറാണ്. തനിക്ക് ആവശ്യമുള്ളതെല്ലാം താൻ തന്നെ തയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ വീടുകളിലേക്കും ചെന്ന് അവർക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കാനായിട്ട് തയ്യാറാണ്. രാവിലെ തന്നെ കുർബാനയ്ക്ക് പോകും, പ്രാർത്ഥിക്കും. അതിനുശേഷം ഓരോ വീടുകളിലേക്കും ചെല്ലും. തൻ്റെ ക്ലിനിക്കിലേക്ക് വരാൻ പറ്റാത്തവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് രോഗികളെ അന്വേഷിച്ച് അവിടേക്കും കൂടി ചെല്ലും. അങ്ങനെ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തനിക്ക് തോന്നി, എന്നെ ദൈവം ഒരു സമർപ്പിത ജീവിതത്തിന് വിളിക്കുന്നു, എനിക്കൊരു പുരോഹിതനാകണം. 1908 തനിക്കൊരു പുരോഹിതനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ആശ്രമത്തിൽ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ സിറ്റുവേഷനൊന്നും തനിക്ക് പറ്റുന്നില്ല, ആരോഗ്യം പറ്റുന്നില്ല, അവിടുത്തെ കാലാവസ്ഥ പറ്റുന്നില്ല. അപ്പോൾ തിരിച്ചു പോന്നു. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആഗ്രഹം, എന്നാൽ വീണ്ടും പോട്ടെ. അതിനുശേഷം വീണ്ടും മറ്റൊരു ആശ്രമത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അംഗത്വം സ്വീകരിച്ചു. തനിക്ക് അവിടുത്തെ ഒരു അംഗമാകാം, തന്നെ അവിടെ സമർപ്പിക്കാമെന്ന് വിചാരിച്ചു. അവർ നോവിസായിരിക്കുമ്പോൾ അവർ നൽകിയ പേരും സ്വീകരിച്ചു. പേരെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയപ്പോൾ തനിക്ക് അവിടെയും പറ്റുന്നില്ല. ഒട്ടും ശരീരം അതിനോട് ചേരുന്നില്ല, രോഗങ്ങൾ, മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ആർച്ച് ബിഷപ്പ് പറഞ്ഞു, സഹോദര ഒസേ, നിങ്ങളെ ദൈവം വിളിക്കുന്നത് രോഗികൾക്കൊരു പുരോഹിതനാകാനാണ്, ചികിത്സയുടെ പുരോഹിതനാകാനാണ്. അതുകൊണ്ട് ഇനിയും പൗരോഹിത്യം അന്വേഷിച്ച് ചെന്ന് പോണ്ട, നിങ്ങളെ തന്നെ ജീവിതം ഇവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കും. അപ്പോൾ ഒസേക്കും തോന്നി, എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവം ഈ മേഖലയിലേക്കാകാം. അതുകൊണ്ട് ഒരു പ്രത്യേകതയാണ്, ദൈവത്തിൻ്റെ തിരുമനസ് എന്താണോ അതിനു വേണ്ടിയിട്ട് തന്നെ സമർപ്പിക്കുക. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വേദികളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പറ്റുന്നുണ്ടാകില്ല, ആ വഴിക്ക് ദൈവം ഒരുക്കുന്നുണ്ടാകില്ല. അപ്പം എന്താണ് വിശുദ്ധി? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും അന്വേഷിക്കുന്ന ഒസേ, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഞാനിനി ഇവിടെ തന്നെ ഈ ജനങ്ങളോട് കൂടെ തന്നെ ആകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് സേവനം ചെയ്ത് രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തനിക്ക് പഠിച്ചെടുക്കാനുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ എല്ലാ ഭാഷകളും അറിയാം, പഠിച്ച കാലത്ത് തന്നെ എല്ലാ ഭാഷകളും അറിയാം. ഭാഷകൾ പറഞ്ഞാൽ ഇറ്റാലിയൻ, ഫ്രഞ്ച്, ജർമ്മൻ, അതുപോലെ ലാറ്റിൻ, ഹീബ്രു, ഏതെല്ലാം ഭാഷകളാണോ അവിടെ വെച്ച് പഠിക്കാൻ പറ്റിയത് അതെല്ലാം പഠിച്ചു. അതെല്ലാം എന്തിനു വേണ്ടിയാണ് പഠിച്ചത്? കുറേ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട്. ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളിനെ കുറച്ച് ദൈവം തന്നെ പല ജ്ഞാനഗ്രന്ഥങ്ങളിലൂടെ കൊടുത്തിരിക്കുന്നതിനെ എല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടും മെഡിക്കൽ ലെവലിൽ തന്നെ കൂടുതൽ വിശാലമായ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുമാണ്. കണ്ടു, അങ്ങനെ കൂടുതൽ പ്രബന്ധങ്ങൾ തയ്യാറാക്കി, പുസ്തകങ്ങൾ. ഇതുമാത്രമല്ല, ഈ മെഡിക്കൽ രംഗത്ത് മാത്രമല്ല, കണ്ടുപിടുത്തങ്ങൾ മാത്രമല്ല, തിയോളജി, ഫിലോസഫി, ആ രംഗങ്ങളിലും കുറേ കാര്യങ്ങൾ പഠിച്ചു, ആ രംഗങ്ങളിലും കുറേ പുസ്തകങ്ങൾ എഴുതി. ഒപ്പം തന്നെ ടീച്ചിങ് നടത്തി. ഈ മെഡിസിൻ പഠിച്ച കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി ഒരു പ്രൊഫസർ എന്ന നിലയിൽ. അപ്പോൾ അതിന് പഠിപ്പിച്ച കുട്ടികൾ പറയും,
ഞങ്ങളെ അറിഞ്ഞ് ഒത്തിരിയേറെ സ്നേഹിച്ച ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ഞങ്ങളിലേക്ക് തന്ന ഞങ്ങളുടെ പ്രൊഫസറാണ്. ഞങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു. ഒത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും തമാശയുള്ള ആ ഒരു രീതിയോടും കൂടെ വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃകകൾ ഞങ്ങളുടെ പ്രൊഫസറിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു. അങ്ങനെ ഒസെ ഗ്രിഗോറിയോ എവിടെ എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് ചെയ്തു. എല്ലാ ദിവസവും കുർബാന കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് ഇറങ്ങും. ഡ്യൂട്ടി ചെയ്ത് കൂടുതൽ സമയം കണ്ടെത്തിയിട്ട് ആവശ്യമുള്ള വീടുകളിലേക്ക് പോകും. ഇപ്പോൾ 55 വയസ്സാണ് പ്രായം. നന്നായിട്ട് കത്തിക്കാളി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന പ്രായമാണ്. ഒരു ദിവസം കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട ലേഡിയുടെ രോഗം എന്താണെന്നറിഞ്ഞ് ആൾക്കൊരു മരുന്ന് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു വാഹനം വന്ന് ഇടിച്ചു. പെട്ടെന്നാണ് അവിടെ തലയിടിച്ചു വീണു. ഉടനെ തന്നെ ആ ഇടിച്ച വാഹനം വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ കിടന്നപ്പോൾ മനസ്സിലായി തൻ്റെ അന്ത്യം അടുക്കുകയാണെന്ന്. ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ പെട്ടെന്ന് അങ്ങനെ ഒരുക്കി അബോധാവസ്ഥയിലേക്ക് പോകും മുമ്പ് ലാസ്റ്റ് സാക്രമെൻ്റ് സ്വീകരിച്ചു. പെട്ടെന്ന് തൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുകയാണ്. 1919 ജൂൺ 29 തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഒസെ ഗ്രിഗോറിയോ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ജനങ്ങൾക്കെല്ലാം ഭയങ്കര സങ്കടമായിപ്പോയി. എല്ലാവരും പതിനായിരക്കണക്കിന് ആളുകൾ വേഗം ഒത്തുകൂടി. ഫ്യൂണറൽ തന്നെ പറയുന്നത് തങ്ങളുടെ ഇടവകയിൽ വെക്കണം, അടുത്തുള്ള മെയിൻ സ്ഥലത്ത് വെക്കണം. അങ്ങനെ അപ്പോഴും 10,000-കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് വന്നത്. വാഹനത്തിലാണ് സാധാരണ ബോഡി സെമിട്രിയിലേക്ക് കൊണ്ടുപോവുക. ജനം പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടറിനെ വാഹനത്തിൽ കൊണ്ടുപോകണ്ട, ഞങ്ങൾ കയ്യിൽ വഹിക്കാമെന്ന് പറഞ്ഞ് ജനം തന്നെയാണ് പതിവിന് വിപരീതമായിട്ട് ആ ബോഡി ഭവ്യതയോടെ വഹിച്ചുകൊണ്ട് ഇവിടേക്ക് പോയത്. തൻ്റെ മരണത്തിന് ശേഷം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നു. അതുപോലെ തന്നെ താൻ കണ്ടുപിടിച്ച പല കണ്ടുപിടുത്തങ്ങൾക്കുമുള്ള അവാർഡുകൾ ലഭിച്ചു. പല പുസ്തകങ്ങളും മരണശേഷം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നടന്ന അത്ഭുതം പറയുന്നത്, അവിടെ ഒരു കൊച്ചു ബാലിക വീണ് തലയ്ക്ക് ഇഞ്ചുറിയായി. ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തു. 2 ദിവസം പരിപൂർണ അബോധാവസ്ഥ. ഡോക്ടർ പറഞ്ഞു രക്ഷപ്പെടാനായിട്ട് സാധ്യതയില്ല. മാതാപിതാക്കൾ ഈ ഒസെ ഗ്രിഗോറിയോനെ കുറിച്ച് അറിഞ്ഞ് മധ്യസ്ഥം വഹിച്ചു. അത്ഭുതകരമായിട്ട് ആ കുട്ടി സൗഖ്യപ്പെട്ടു. അങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നു. ഇത് വെനുസിലെയാണ് സ്ഥലം. ഈ സ്ഥലത്തെ ആദ്യമായിട്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഒസെ ഗ്രിഗോറിയോ. 2021 ഫ്രാൻസിസ് പാപ്പ ഒസെ ഗ്രിഗോറിയോയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ എല്ലാ ജനങ്ങളും പറഞ്ഞത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒസെ ഗ്രിഗോറിയോയെ എത്രയും പെട്ടെന്ന് വിശുദ്ധനാക്കണം. എല്ലാ വിശുദ്ധിയും നിറഞ്ഞ ഈ നാടിൻ്റെ ഓമന പുത്രനാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഇവിടെ നടത്തുന്നു. അതിനെല്ലാം രേഖകളുണ്ട്. ഒപ്പം തന്നെ അവിടെ പ്രത്യേകത, വെനസ്വേലയിലെ എല്ലാ വീട്ടിലും ഈ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പ്രെയർ അവർ ചെയ്യുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും ഒസെ ഗ്രിഗോറിയോയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എല്ലാ രോഗികളുടെ റൂമിലും വെച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു രോഗിക്ക് എന്തെങ്കിലും വന്ന് മരിച്ചാൽ, എങ്ങാനും അവർക്ക് എന്തെങ്കിലും അസുഖം വന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ കുറ്റം ഞങ്ങൾക്കാണ്. ഏതെങ്കിലും രോഗി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടാൽ അതിനുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള പേര് ഒസെ ഗ്രിഗോറിയോയ്ക്കാണ്. അത് ശരിയാണ്. അതായത് അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ ഒസെ ഗ്രിഗോറിയോയുടെ വലിയ മാധ്യസ്ഥം എല്ലാ രോഗികൾക്കും ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സാധാരണ ജീവിതം, തൻ്റെ കഴിവുകളെ എല്ലാം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഓരോ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വലിയ വ്യക്തിത്വം. ഓരോ മനുഷ്യരെയും നോക്കിയിട്ട് പറയും, ഇത് യേശുവാണ്. പാവപ്പെട്ടവരിൽ യേശുവിനെ കണ്ടിട്ട് ചെയ്തത്, അല്ലാണ്ട് ഇപ്പോൾ സ്വന്തം മഹത്വത്തിന് വേണ്ടിയല്ല. പൈസ സമ്പാദിക്കണമെന്ന ലക്ഷ്യമേ ഇല്ല. വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ച് കുറേ സമ്പാദിച്ച് കുറേ ആക്കി സന്തോഷിക്കണമെന്നുള്ള ഒരു ലക്ഷ്യവും തൻ്റെ ലക്ഷ്യമേ അല്ല. തൻ്റെ ലക്ഷ്യം സ്വർഗമാണ്. പണ്ടൊരിക്കൽ പഠിച്ചു കഴിഞ്ഞ ആ നാളുകളിൽ തനിക്ക് വലിയൊരു ഫ്ലൂ വന്നിരുന്നു. ആ നാട്ടിൽ മുഴുവൻ ഫ്ലൂ വന്ന കാലഘട്ടമാണ്. അന്നങ്ങനെ വലിയൊരു രോഗം വന്നിരുന്നു പഠിച്ചിറങ്ങുന്ന ആ കാലഘട്ടത്തിൽ.
അന്ന് പെട്ടെന്ന് രോഗം വന്ന് കിടപ്പിലായിപ്പോയി. രക്ഷപ്പെടുമോ ഒസേ എന്നുള്ളൊരു സംശയവും വന്നിരുന്നു. അന്ന് ലാസ്റ്റ് സാക്രമെന്റ് വരെ ഒസയ്ക്ക് കൊടുത്തതാണ്. പക്ഷെ ആ ലാസ്റ്റ് സാക്രമെന്റ് അന്ന് സ്വീകരിക്കുന്നതിന് മുൻപ് ഒസയും മനസ്സിലിങ്ങനെ വിചാരിച്ചു, ജീവിതം എത്ര ലഘുവാണ്. ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയോ ഒരു മനുഷ്യൻ കറക്റ്റ് എന്താണെന്ന് അറിയുന്നത് രോഗം വരുമ്പോഴാണ്. അതുകൊണ്ട് ദൈവമേ, നീ എനിക്ക് എത്രത്തോളം ജീവൻ തരുന്നുവോ, എത്ര കാലം തരുന്നുവോ, അത്രയും കാലം എൻ്റെ ജീവിതം നിനക്കുള്ളതാണ്, അത് നടക്കട്ടെ. കണ്ടോ, അതെന്നും ഒസേമരിയ തൻ്റെ ജീവിതത്തിൽ പാലിച്ചു. അതുകൊണ്ടാണ് ഒരു വിശുദ്ധ വ്യക്തി ആയിത്തീരുന്നത്. അതുപോലെ തന്നെ എന്നും ലക്ഷ്യം ദൈവത്തെ മറ്റുള്ളവരിൽ കാണുക, ദൈവത്തിനു വേണ്ടി ആ മറ്റുള്ളവരിൽ ജീവിക്കുന്ന ദൈവത്തിന് നന്മ ചെയ്യുക. ഫ്രാൻസിസ് പാപ്പ നമ്മോടെല്ലാവരോടും പറയുന്നതും ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം പാവപ്പെട്ടവരുടെ ഒരു വിശുദ്ധനാണ്, എല്ലാവർക്കും മാതൃകയാണ്. നിങ്ങൾ ഇതുപോലെ ആകണം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ദൈവം തന്ന നന്മകളെ, ദൈവം തന്ന കഴിവുകളെ ദൈവത്തെ മഹത്വപ്പെടുത്താനും ലോകത്തിലെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാനും നിങ്ങൾ വ്യയം ചെയ്യുക. ഈ മാതൃകകൾ നിങ്ങൾ പഠിക്കുക എന്ന് ഫ്രാൻസിസ് പാപ്പ കൂടെ ഈ വിശുദ്ധനെ കുറിച്ച് പഠിക്കുന്ന നിമിഷങ്ങളിലെല്ലാം പ്രത്യേകമായിട്ട് ജനതയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നതെന്തോ അത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് അത് ദൈവത്തിന് വേണ്ടി കൊടുക്കാം. ഒസേമരിയുടെ വലിയ പ്രത്യേകത പറയുന്നത്, ദൈവത്തിൻ്റെ തിരുഹിതം നടക്കട്ടെ, ദൈവത്തോട് ചേർന്ന് നമ്മൾ നടക്കണം, ദൈവത്തിൻ്റെ സമാധാനം നാം എല്ലാവർക്കും നൽകണം. ഈ വിശുദ്ധ വ്യക്തിത്വത്തെ ഓർക്കുന്ന, അനുസ്മരിക്കുന്ന, ആ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ ഈ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ, ഈ വിശുദ്ധ വ്യക്തിയുടെ എല്ലാ മാധ്യസ്ഥവും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാ നിയോഗങ്ങളിലും ഉണ്ടാകട്ടെ. എല്ലാ രോഗികളുടെയും എല്ലാ ഡോക്ടേഴ്സിൻ്റെയും പ്രത്യേക മധ്യസ്ഥനാണ് ഒസേ ഗ്രിഗോറിയോ. ഒപ്പം തന്നെ അപകടത്തിൽ പെടുന്നവർക്ക് അപകടത്തിൽ നിന്നുള്ള സംരക്ഷണവും കൂടിയാണ്. കാരണം ഒരു അപകടത്തിൽ പെട്ടാണല്ലോ തൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചത്. അതുകൊണ്ട് ആ സഹനത്തിലൂടെ തന്നെ അതിൻ്റെയും മധ്യസ്ഥനായി. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ഈ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ വലിയ മധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ. എല്ലാ ദൈവാനുഗ്രഹവും എല്ലാ സ്വർഗീയാനുഗ്രഹങ്ങളും ഏവർക്കും നേരുന്നു.